ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തത് ഇഫ്താറിനൊക്കെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ റാപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു ഹാഫ് പോർഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ വയറ് ഫില്ലായി കിടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലോട്ട് ഇനി മാരിനേഷന് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോയാ സോസ്, പെപ്പർ പൗഡർ, സോൾട്ട്, ചില്ലി പൗഡർ, പിന്നെ ഗരം മസാല പൗഡറൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ അതിൽ കോട്ടിങ്ങിനുള്ളത് റെഡിയാക്കി എടുക്കണം. അപ്പം 1 കപ്പ് മൈദയും 3/4 കപ്പ് കോൺഫ്ലവർ പൊടിയും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും പിന്നെ ചില്ലി പൗഡർ, സോൾട്ട്, ഒറിഗാനോ കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 100 ഗ്രാം ചിക്കനാണ് കേട്ടോ ഈ ഒരു കോട്ടിങ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചിക്കൻ കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് കോട്ടിങ്ങിൻ്റെ അളവും മാറ്റം വരുത്തണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് സോൾട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇത് നല്ലോണം മുട്ടയിൽ മുക്കിയെടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച കോട്ടിങ്ങിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ആ ഒരു ടൈപ്പിൽ കിട്ടുന്നത് വരെ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്കിതൊരു ക്രിസ്പി ചിക്കനാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും ഞാൻ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത്രയും ആവശ്യം വന്നിട്ടില്ല. നമുക്കിത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. എന്തെങ്കിലും ഗാർലിക് സോസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാം കേട്ടോ. കോട്ടിംഗ് ഒക്കെ ചെയ്ത ചിക്കൻ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിനുശേഷം ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എനിക്കൊന്ന് ഇത് ഫ്രൈ ചെയ്യാൻ ഏറ്റവും നല്ലത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. മാക്സിമം നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിക്കാണ്ട് സൺഫ്ലവർ ഓയിൽ പൊരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാനതിൽ ഫില്ലിങ്സൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ക്യാബേജും ലെറ്റ്യൂസും ക്യാരറ്റാട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് ഞാനിവിടെ ടോർട്ടില്ല റാപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് കെച്ചപ്പും മയണൈസും കൂടി മിക്സ് ആക്കിയതിന് ശേഷം അതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ്സും വെച്ച് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ റോൾ ചെയ്ത റാപ്പ് എടുത്തിട്ട് അതിൽ വെച്ച് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ചൂടാക്കി എടുക്കുക കേട്ടോ. അല്ലാണ്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കുക. പിന്നെ ഏറ്റവും ടേസ്റ്റ് ബട്ടറിലൊന്ന് ചൂടാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.